എന്റെ പൊന്നോ, വൺ പീസിന്റെ ചാപ്റ്റർ ആള 1159 ബ്രീഫ് ആളെ സ്പോയിലേഴ്സ് കിട്ടിയിട്ടുണ്ട്. ആൻഡ് ബിലീവ് മീ ഗൈസ്, എനിക്കിത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. കാര്യം അത്രത്തോളം ഇമ്പോർട്ടൻറ്റും അത്രത്തോളം മൈൻഡ് ബ്ലോയിങ്ങും ഉള്ള ഇൻഫോർമേഷനാണ് ഈ ഒരു ചെറിയൊരു ബ്രീഫ് ആളുടെ സ്പോയിലേഴ്സിൽ നിന്ന് മാത്രം നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഞാൻ ഈ ഒരു ചാപ്റ്ററിന് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ്. കാര്യം ഈ ഒരു ചാപ്റ്റർ ഉത്തരമാണ്, ഒരു വലിയൊരു ഉത്തരമാണ്. നമുക്കറിയാം, ഇതിനു മുമ്പൊക്കെ നമ്മൾ പല പല തിയറീസും പറയാൻ നിർത്തും. ഓടെ ഒരു കിടിലൻ ഫോർ ഷാഡോയിങ് മാസ്റ്റർ എന്ന് പറയാൻ നിർത്തും. പലരും നമ്മളെ കളിയാക്കാറുണ്ടായിരുന്നു. ആൻഡ് അവർക്കെല്ലാവർക്കും വേണ്ടിയുള്ള ഒരു ഉത്തരം തന്നെയാണ്. കാര്യം നമ്മൾ ഇതിനു മുമ്പ് കണ്ടുപിടിച്ച പല തിയറീസും ഈ ഒരു ചാപ്റ്ററിൻ്റെ അത് കൺഫേം ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ധൈര്യത്തോടെ ഒരു കാര്യം പറയാൻ പറ്റും, ഈ ഒരു ചാപ്റ്റർ മൈൻഡ് ബ്ലോയിങ് ആൻഡ് ആബ്സലൂട്ട് പീക്കാണ്. അതിലൊരു മാറ്റവും ഇല്ല. എന്തായാലും കൂടുതലൊന്നും പറഞ്ഞ് ഞാൻ നിങ്ങൾ ആരും ബോറടിപ്പിക്കുന്നില്ല. സോ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസിനെ നമ്മുടെ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കേണ്ട. കാര്യം ഇതേപോലത്തെ സ്പോയിലേഴ്സ് ഇറങ്ങാൻ നടത്തും. ബാക്കിയുള്ള ഡീറ്റെയിൽസും എല്ലാം ഡീകോഡ് ചെയ്തുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വീഡിയോസ് ഒക്കെ ചെയ്യുന്നതാണ്. സോ ഇപ്പം തന്നെ പേജ് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഒന്ന് റെക്കമെൻഡ് ചെയ്യാനും മറക്കണ്ട. സോ ചാപ്റ്ററിന്റെ ടൈറ്റിലിന്റെ പേര് ഐലൻഡ് ഓഫ് ഫെയ്ത്ത് എന്നാണ്. ആൻഡ് ഇതിൻ്റെ അകത്ത് കവർ പേജിൻ്റെ അകത്ത് നമ്മുടെ യാമറ്റോ തിരിച്ച് ഫ്ലവർ ക്യാപിറ്റലിലേക്ക് തിരിച്ചു പോയിട്ടുണ്ട്. സോ ആദ്യത്തെ സ്പോയിലർ നോക്കി കഴിഞ്ഞാൽ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ്. നമ്മുടെ ഷാക്കിനെ ഹച്ചുനോസിൽ നിന്ന് കിഡ്നാപ്പ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ ഒരു ന്യൂസ് ലോകം തന്നെ, അതായത് വൺ പീസ് വേൾഡ് തന്നെ പിടിച്ച് കുലുക്കുകയുണ്ടായി. ആൻഡ് ഇത് തന്നെ ഒരു വലിയൊരു ഉത്തരമാണ്. ഹച്ചുനോസിലെ ക്രൗൺ ജുവൽ എന്നാണ് ഷാക്കിനെ അറിയപ്പെട്ടിരുന്നത്. ആൻഡ് ഈ ഷാക്കി കാരണമാണ് റോജറും ബാക്കിയുള്ളവരും അവിടേക്ക് വരുന്നതെന്ന് നേരത്തെ പറഞ്ഞപ്പോൾ ആരും തന്നെ വിശ്വസിച്ചിരുന്നില്ല. സോ എന്തായാലും ഒരു കാര്യം ഉറപ്പായിട്ടുണ്ട്, ഷാക്കിയാണ് ആ ഒരു ക്രൗൺ ജുവലും. ഷാക്കി കാരണമാണ് ഈ ഗോഡ് വാലി ഇൻസിഡന്റ് തന്നെ സംഭവിക്കാൻ പോകുന്നതും. പിന്നെ സെബേക്കിന്റെ കാര്യം അത് ഞാൻ വരുന്ന കുറച്ച് ദിവസം പോലീസ് കഴിയാനകത്ത് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നതാണ്. സോ നമുക്ക് എന്തായാലും അടുത്തതിൽ നോക്കാം. അടുത്തെന്ന് പറയുന്നത് 38 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഗാർലിൻ വീണ്ടും ഗോഡ് വാലിയിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. ആൻഡ് നമ്മുടെ ഷാങ്സിന്റെ ഷാമറോക്കിന്റെ അമ്മേനെ അറ്റാക്കും ചെയ്യുന്നുണ്ട്. ആൻഡ് സംഭവം വേറൊന്നും കൊണ്ടല്ല, ഷാങ്സിനെ ഷാമറോക്കിനെ പുള്ളിക്കാരനെ വീണ്ടും തിരിച്ച് ഹോളി ലാൻഡിലേക്ക് പുള്ളിക്കാരനെ കൂടെ കൊണ്ടു ചെല്ലണമായിരുന്നു. ഇനിയാണ് ഞെട്ടിക്കുന്ന ഏറ്റവും വലിയ തിയറിയുടെ ആ ഒരു കൺക്ലൂഷൻ വരാൻ പോകുന്നത്. ഗോഡ് വാലിയിൽ നമ്മുടെ ഡ്രാഗനും ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ കുറച്ച് യങ്ങറായിരുന്നു. ആൻഡ് ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡ്രാഗൻ ഒരു മറൈൻ സോൾജിയർ ആയിരുന്നു. ഈ ഒരു തിയറി ഭയങ്കര സംഭവം തന്നെയായിരുന്നു. കാര്യം പലരും പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പ് ഡ്രാഗൻ ഒരു മറൈൻ സോൾജിയറാണ്, പക്ഷെ ആരും തന്നെ വിശ്വസിച്ചിരുന്നില്ലായിരുന്നു. ആൻഡ് ആ തിയറിക്ക് ഇവിടെ ഒരു കൺഫർമേഷൻ വന്നിട്ടുണ്ട്, ഡ്രാഗൻ ഒരു മറൈൻ സോൾജിയർ തന്നെയാണ്. അതേസമയം തന്നെ കുമയെയും ജിന്നിനെ അതേപോലെ ഇവാങ്കോക്കിനെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവർ മൂന്നരും സ്ലേവ് ഷിപ്പിലൂടെ ഗോഡ് വാലിലേക്ക് പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ യങ് മോർഗനാണ്. എപ്പോഴത്തെ പോലെ തന്നെ പുള്ളിക്കാരൻ ഈ ഗോഡ് വാലിലെ ന്യൂസും ഇൻഫർമേഷനും ബാക്കിയുള്ള എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തത്. പൈററ്റിസ്റ്റിലേക്ക് ഈ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്തത് നമ്മുടെ യങ് മോർഗൻ ആണ്. ആൻഡ് ഇനിയാണ് മറ്റ് ഞെട്ടിക്കുന്ന മറ്റൊരു തിയറി. അതായത് നമ്മുടെ സെബേക്ക് ഒരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. ആ വഴി പുള്ളിക്കാരന് ഹാർലിനെ കാണാൻ സാധിക്കുന്നുണ്ട്. സെബേക്ക് വ്യക്തമായി തന്നെ ഹാർലിനോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതായത് പുള്ളിക്കാരൻ ഇപ്പോൾ ഗോഡ് വാലിലേക്ക് പോകണം, കാര്യം മറ്റൊന്നുമില്ല, പുള്ളിക്കാരൻ ഇപ്പോൾ നല്ല പേടിയുണ്ട് പുള്ളിക്കാരൻ്റെ ഫാമിലിയുടെ സേഫ്റ്റിനെ പറ്റി. അതായത് നമ്മുടെ ടീച്ചിനെ, അതായത് ബ്ലാക്ക് ബേഡിന്റെ മോമിനെ പറ്റി. സംഭവമേറൊന്നുമല്ല, ഈ ഒരു ഇൻസിഡന്റ് വന്നപ്പോൾ നമ്മുടെ സെബേക്ക് അവരുടെ ഹോം ലാൻഡിലേക്ക് എത്തിച്ചിരുന്നു. ആൻഡ് അവരുടെ ഹോം ലാൻഡാണ് ദി ഗോഡ് വാലി. ആൻഡ് അടുത്ത ഞെട്ടിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ റോക്സിന്റെ റിയൽ നെയിം എന്ന് പറയുന്നത് റോക്സ് ഡി സെബക് അല്ല, പകരം ഡേവി ഡി സെബക് എന്നായിരുന്നു. പുള്ളിക്കാരൻ ഡേവി ക്ലാനിലെ ഒരു മെമ്പർ ആയിരുന്നു. ആൻഡ് ഈ ഒരു ക്ലാൻ എന്ന് പറയുന്നത് ഭയങ്കര സീക്രസി ആയിട്ട് വന്നുകൊണ്ടിരുന്ന ഒരു ക്ലാൻ ആയിരുന്നു. ആൻഡ് സെബേക്ക് എല്ലാ കാര്യങ്ങളും വ്യക്തമായി തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആൻഡ് സെബേക്കിന്റെ ആൻസിസ്റ്റർ എന്ന് പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മുടെ ഓട ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള, ഓട പല രീതിയിലും പറഞ്ഞിട്ടുള്ള ഡേവി ഡി ജോൺസ് ആയിരുന്നു. ആൻഡ് ഈ സമയത്ത് തന്നെ റോക്സും ഹാർലുമായിട്ട് ഒരു ഫൈറ്റും കൂടെ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഹാർല് മനഃപൂർവ്വം തോറ്റു കൊടുക്കുമായിരുന്നു. ആൻഡ് റോക്സ് ആയിട്ട് വീണ്ടും അവിടുന്ന് ട്രാവൽ ചെയ്ത് ഗോഡ് വാലിലേക്ക് പോകുന്നുണ്ട്. സോ ഇനി ചാപ്റ്ററിന്റെ അവസാനത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ടൂർണമെന്റ് തുടങ്ങാൻ ടൈം ആയിട്ടുണ്ട്. ആൻഡ് ആ ടൂർണമെന്റിലെ ഏറ്റവും വലിയ പ്രൈസ് എന്നാണെന്നറിയാമോ? നമുക്കറിയാം ഗോഡ് വാലി എന്ന് പറഞ്ഞ ഒരു വലിയ ടൂർണമെന്റ് ആയിരുന്നു. ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടുന്ന ആൾക്ക് ഒരു പ്രൈസും കിട്ടുന്നതായിരുന്നു. ആൻഡ് ആ പ്രൈസ് എന്ന് പറയുന്നത്, ഫസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് മറ്റാരുമില്ല, നമ്മുടെ ഷാക്കി ആയിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ ടീച്ച്, അതായത് നമ്മുടെ ബ്ലാക്ക് ബീഡിന്റെ അമ്മയും അവിടെ ഉണ്ടായിരുന്നു. അവരും സ്ലേവ്സ് ആയിരുന്നു ആ ഒരു ടൂർണമെന്റിലെ. ആൻഡ് ഏറ്റവും അവസാനം നമുക്ക് മറ്റൊരു കാര്യം കൂടെ കാണാൻ സാധിക്കുന്നുണ്ട്. അത് ഡ്രാഗനായിരുന്നു. ഡ്രാഗൻ നമ്മുടെ ഷാങ്സിനെ ഷാംറോക്കിനെ കണ്ടെത്തിയിട്ടുണ്ട്. അവരുടെ അമ്മയുടെ മരണത്തിന്റെ വക്കത്ത് നിൽക്കുമായിരുന്നു. പക്ഷേ പുള്ളിക്കാർ ഡ്രാഗനോട് കെഞ്ചുന്നുണ്ട് അവരുടെ മക്കളെ രക്ഷിക്കാനായിട്ട്. ആൻഡ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നത്. പിന്നൊരു കാര്യം, നെക്സ്റ്റ് വീക്ക് ബ്രേക്ക് അല്ല, അതായത് 1160 നെക്സ്റ്റ് വീക്ക് തന്നെ നമുക്ക് കിട്ടുന്നതാണ്. ഈ ബ്രീഫ് ആയുള്ള സ്പോയിലേഴ്സ് കൊണ്ട് ഒന്നും തന്നെ ആയിട്ടില്ല. പക്ഷേ ഈ ഒരു സ്പോയിലേഴ്സ് വായിച്ചിട്ട് തന്നെ പ്യൂർ ഗൂസ്ബംസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു ചാപ്റ്റർ ഇറങ്ങിയതിന് ശേഷം ഞാൻ ഫുള്ളി ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് മാറ്റി നിർത്തിയാൽ ഫുള്ളി ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ തന്നെ ഇറക്കുന്നുണ്ട്. അതിനകത്ത് സെബേക്കിൻ്റെ പാസ്റ്റ്, ഡ്രാഗനെ കുറിച്ചുള്ള തിയറീസ് ആൻഡ് ഇങ്ങനെ പല പല ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യങ്ങളും എല്ലാം നമ്മുടെ മെയിൻ പേജിൽ ഇടുന്നതായിരിക്കും. സോ അതൊന്നും നിങ്ങൾ മിസ് ചെയ്യാൻ പാടില്ല. ഇപ്പം തന്നെ നമ്മുടെ മെയിൻ പേജും ഈ ഒരു സബ് പേജും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഒന്ന് റെക്കമെൻഡ് ചെയ്യാനും മറക്കണ്ട.